ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കുകയാണെങ്കിൽ നല്ല അത്യാവശ്യം ഒരു വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സെഷനായിരുന്നു ഇന്ന് മാർക്കറ്റിൽ കണ്ടത്. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഒരു വോളറ്റൈൽ ആയിട്ടുള്ള ഒരു എൻഡിംഗ് ആണ് ഇന്ന് മാർക്കറ്റിൽ കൊടുത്തത്. ഓപ്പണിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 9226 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 9346 വരെ ഹൈ പോയി. ക്ലോസിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 9270 ക്ലോസ് ആവുകയും ചെയ്തു. ഇന്ന് രാവിലെ ഒരു ഡൗൺ ആയ ഒരു സെഷനോടുകൂടിയായിരുന്നു നിഫ്റ്റി ആരംഭിച്ചത്. അതേ തുടർന്ന് ഒരു ബാങ്കിങ് സെക്ടറിൻ്റെ അതുപോലെ തന്നെ ഓട്ടോ സെക്ടറിൻ്റെയൊക്കെ ഒരു സപ്പോർട്ടോടുകൂടി മാർക്കറ്റ് വീണ്ടും തിരിച്ചു വന്നു. എങ്കിലും ഒരു വോളറ്റൈൽ ആയിട്ടുള്ള സെഷനോടുകൂടിയാണ് ഇന്ന് മാർക്കറ്റ് എൻഡ് ആയത്. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ FMCG അതുപോലെ തന്നെ PSU ബാങ്ക് ഈ ഒരു രണ്ട് സെക്ടർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ അത്യാവശ്യം ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിൻ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഓട്ടോ സെക്ടറും നിഫ്റ്റി ബാങ്കൊക്കെ ആയിരുന്നു പ്രധാനമായിട്ടും മുൻപന്തിയിൽ നിന്നത് ഗെയിനിൽ. ഇന്നത്തെ അഡ്വാൻസസ് ഡിക്ലൈൻസ് നോക്കുകയാണെങ്കിൽ 37 സ്റ്റോക്ക് അഡ്വാൻസിലും അതുപോലെ തന്നെ 13 സ്റ്റോക്കുകൾ ഡിക്ലൈനിലുമായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് നിഫ്റ്റി 50-ൽ. പിന്നെ ഇന്നത്തെ ഇപ്പോൾ നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ആ ഒരു 9140 ആ ഒരു സപ്പോർട്ടിന് ഇനിയും ബ്രേക്ക് ആയിട്ടില്ല എന്ന് വേണം കാണാനായിട്ട്. അതുപോലെ തന്നെ ആ ഒരു സപ്പോർട്ട് നമുക്കിപ്പോഴും സ്റ്റിൽ ഹോൾഡ് ചെയ്യുന്നു. അതേ തുടർന്ന് നോക്കുകയാണെങ്കിൽ 8900 ആ റേഞ്ചിലാണ് അടുത്ത ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടുകൾ ഉള്ളത്. ഇനി ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഇന്നലെ ഒരു പോസിറ്റീവിലാണ് എൻഡ് ആയത്. അതിന് പ്രധാന കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ലോക്ക്ഡൗണിന് കൊണ്ടുവന്ന റിലാക്സേഷൻ, അതുപോലെ തന്നെ ആ ഒരു ക്രൂഡ് ഓയിൽ പ്രൈസിലുണ്ടായിരുന്ന ഒരു തിരിച്ചുവരവ്, ഇതൊക്കെയായിരുന്നു US മാർക്കറ്റിനെ തിരിച്ചു കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവിൽ ഒരു എൻഡിങ് കൊടുത്തത്. ഈ രണ്ട് കാരണങ്ങളായിരുന്നു പ്രധാനമായിട്ട്. ഇന്നത്തെ ഒരു യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് ട്രെൻഡാണ് കാണുന്നത് യൂറോപ്യൻ മാർക്കറ്റിൽ. അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും ഒരു മിക്സഡ് ട്രെൻഡാണ്. നിഫ്റ്റി നോക്കുകയാണെങ്കിലും SGX നിഫ്റ്റി നോക്കുകയാണെങ്കിലും ഒരു മാർജിനൽ ലെവലിലാണ് നിൽക്കുന്നത്, ഒരു മോഡസ്റ്റ് ഗെയിനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഗോൾഡിൻ്റെ പ്രൈസിൽ ഇന്ന് ഒരു ഡൗൺ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വീണ്ടും ചെറിയൊരു ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ടും ആ ഒരു റിലാക്സേഷൻ, ലോക്ക്ഡൗൺ റിലാക്സേഷൻസ് കൊണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഡിമാൻഡ് കൂടും എന്നുള്ളൊരു പ്രതീക്ഷകളാണ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഈ മെയ് സീരീസിൽ നോക്കുകയാണെങ്കിൽ FII രണ്ട് ദിവസവും ഒരു സെൽ മോഡിലാണ് നിൽക്കുന്നത്. അതും അത്യാവശ്യം നല്ലൊരു സെല്ലിംഗ് മോഡിലാണ് ഇപ്പോൾ കാണുന്നത്. ഇന്നലെ 1000 കോടിയാണ് അവർ മാർക്കറ്റിൽ നിന്ന് വിത്ഡ്രോവൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിലും അവിടെ ഒരു നെറ്റ് വിത്ഡ്രോവലാണ് കാണുന്നത് 9995 കോടിയുടെ. അതുപോലെ തന്നെ ഇന്ന് രൂപയുടെ മൂല്യം നോക്കുകയാണെങ്കിൽ ഡോളറിന് അഗെയിൻസ്റ്റായിട്ട് കുറഞ്ഞു. 13 പൈസയുടെ കുറവ് വന്ന് 75.76 ഇന്ന് രൂപയുടെ മൂല്യം മാർക്കറ്റിൽ എൻഡായത്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടു FMCG അതുപോലെ തന്നെ PSU ബാങ്ക് ആയിരുന്നു മെയിനായിട്ട് ഡൗൺ ആയത്. FMCG സെക്ടറിൽ തന്നെ നോക്കുകയാണെങ്കിൽ ITC ആയിരുന്നു ബിഗസ്റ്റ് ലോസർ എന്ന് കാണാനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഷെയറാണ് പ്രധാനമായിട്ടും FMCGനെ ഇത്ര വലിയൊരു ഡൗണിലേക്ക് കൊണ്ടുപോയതും. പിന്നെ ഇത് HDFC സെക്യൂരിറ്റീസ് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിലെ ഇതിനെ വെച്ച് അനലൈസ് ചെയ്ത് കുറച്ച് റിപ്പോർട്ട് കൊടുത്തതാണ്. അതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം മാർക്കറ്റിൽ കണ്ടുവരുന്നത് ഒരു ബിയർ മാർക്കറ്റ് റാലിയാണ് എന്നാണ് അവർ പറയുന്നത്. അതും ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കൊറോണയുടെ ഒരു ഫുൾ ഇമ്പാക്റ്റ് ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഇനിയും വന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനിയും കൂടുതൽ ഒരു ഡിസപ്പോയിൻമെൻറ്റ്സ് ആണ് മാർക്കറ്റിൽ വരാൻ പോകുന്നതെന്ന് അവർ പറയുന്നു. ഇനിയിപ്പോൾ നമ്മൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു മാസം ഏപ്രിൽ മാസം നോക്കുകയാണെങ്കിൽ എല്ലാവരും തന്നെ പാനിക്കായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. കാരണം നല്ലൊരു കൊറോണയുടെ ഇത് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഇമ്പാക്റ്റ് ആയിരുന്നു എല്ലാ എക്കോണമിയിലും വന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ കൊറോണ കേസസൊക്കെ വളരെ കൂടുതൽ വർദ്ധിക്കുന്നു. പക്ഷേ അതേ സമയത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ കൺട്രീസിലും സെൻട്രൽ ബാങ്കുകളൊക്കെ കുറേ സ്റ്റിമുലസ് പാക്കേജ് അതുപോലെ തന്നെ കുറേ മെഷേഴ്സൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരുപാട് താഴേക്ക് പോകാണ്ട് ആ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടായെങ്കിലും അത് ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ ഇതൊക്കെ സഹായിച്ചു എന്ന് വേണം കാണാൻ. ഇനി ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റിമുലസ് പാക്കേജിൻ്റെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു. ഇപ്പം മാർക്കറ്റിലൊരു ഏർണിങ്സ് റിലീസ്, അതായത് ഓരോ റിസൾട്ട്സൊക്കെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റുകൾ മാർക്കറ്റിൽ വന്നു തുടങ്ങിയിരിക്കുന്നു. എല്ലാ കമ്പനികളും തന്നെ നോക്കുകയാണെങ്കിൽ ഒരു വീക്കറായിട്ടുള്ള ഒരു ഏർണിങ്സ് റിലീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ കൊറോണ നോക്കുകയാണെങ്കിൽ ഇനിയും നമുക്ക് പോയിട്ടില്ല. കൊറോണ നമ്മുടെ ഒരു വേൾഡിൽ തന്നെ പോയി എന്ന് പറയാനായിട്ടില്ല. അതുപോലെ തന്നെ വാക്സിനേഷൻ്റെ അതിനെക്കുറിച്ച് നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ ഇതുവരെ കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഇനിയും ഒരു മാർക്കറ്റിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് എല്ലാം ഒരു കോഷ്യസ് ആയിട്ടുള്ള മോഡിലാണ് ഇപ്പോഴും മാർക്കറ്റിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇനിയിപ്പോൾ മാർക്കറ്റിൽ എങ്ങനെ ഇമ്പാക്റ്റ് വരുന്നു, ഈ കൊറോണയുടെ ഒരു ആഫ്റ്റർ ഇഫക്റ്റുകൾ, അതുപോലെ തന്നെ കൊറോണ ഇനിയും മാർക്കറ്റിൽ എന്തൊക്കെ ഇമ്പാക്റ്റുകൾ വരുത്താൻ പോകുന്നു, അല്ലെങ്കിൽ എക്കോണമിയിൽ എന്തൊക്കെ ഇമ്പാക്റ്റ് വരുത്താൻ പോകുന്നു എന്നൊക്കെ ഇൻവെസ്റ്റേഴ്സ് ഇപ്പം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡിലാണ് ഇപ്പോൾ കൂടുതലും കാണുന്നത്. അതുമാത്രമല്ല ഇപ്പോൾ അടുത്ത വേറൊരു പ്രശ്നം പൊന്തി വന്നിരിക്കുന്നത് US ചൈന ഒരു ട്രേഡ് വാറിൻ്റേത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്നതുകൊണ്ട് മാർക്കറ്റ് ഇനിയും നല്ലൊരു വോളറ്റൈൽ ആയിട്ടുള്ള ഒരു കൂടുതൽ സെഷനുകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്.
അതുകൊണ്ട് തന്നെ കോഷ്യസ് ആയിട്ട് ഇരിക്കുക മാർക്കറ്റിൽ. നല്ല സ്റ്റോക്കുകളിൽ തന്നെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റോട് തുടരുന്നതാണ് ഈ സമയത്ത് സേഫ്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് അടുത്തായിട്ടൊരു സ്റ്റിമുലസ് പാക്കേജ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് അതിൽ ടോക്സ് ഒക്കെ നടത്തുന്നു എന്ന് കേൾക്കുന്നു. അപ്പോൾ എന്ന് വരും, അതിനകത്ത് എന്തൊക്കെയാണ് മെഷേഴ്സ് എടുക്കാൻ പോകുന്നത് എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എല്ലാവരും തന്നെ ഒരു നല്ലൊരു സ്റ്റിമുലസ് പാക്കേജ്, കൂടുതൽ വെയിറ്റുള്ള ഒരു സ്റ്റിമുലസ് പാക്കേജ് എക്സ്പെക്റ്റ് ചെയ്യുന്നു. അതും നല്ലൊരു എക്സ്റ്റെൻസീവായിട്ടുള്ള മെഷേഴ്സോടുകൂടി എക്സ്പെക്റ്റ് ചെയ്യുന്നു. ആ ഒരു പ്രതീക്ഷകളാണ് എല്ലാവരും വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇന്നത്തെ ബാക്കിയുള്ള അപ്ഡേറ്റുകൾ നോക്കുവാണെങ്കിൽ, ഇന്ത്യയുടെ സർവീസ് സെക്ടറിൻ്റെ PMI നോക്കുവാണെങ്കിൽ ഇന്ത്യൻ സർവീസ് ആക്ടിവിറ്റി ഏപ്രിൽ മാസത്തിൽ നല്ലൊരു ഡൗണിലാണ് പോയത്. കാരണം ആ ഒരു ലോക്ക്ഡൗൺ ഒക്കെ വന്നതുകൊണ്ട്. മാർച്ച് മാസത്തിൽ നോക്കുവാണെങ്കിൽ സർവീസ് PMI ഉണ്ടായിരുന്നത് 49.3% നിന്നിട്ടുണ്ടായിരുന്നത്. അത് ഏപ്രിലേക്ക് വരുമ്പോഴത്തേക്കും 5.4% കുറഞ്ഞിരിക്കുകയാണ്. അതായത് വളരെ വലിയൊരു കുറവാണ് വന്നത്. മെയിൻ ഒരു ലോക്ക്ഡൗണിൻ്റെ ഇമ്പാക്റ്റ് വന്നതുകൊണ്ടാണ്. അപ്പോൾ അത് ആദ്യമായിട്ടാണ് ഈ ഒരു സിംഗിൾ ഡിജിറ്റിലേക്ക് മാറുന്നതെന്നാണ് ഒരു റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്കോണമി ലെവലിലുള്ള ഇമ്പാക്റ്റുകൾ നമുക്കിങ്ങനെ പയ്യെ റിലീസ് ആവുന്നു. അപ്പോൾ എന്തായാലും ഒരു 3 മാസം 6 മാസമൊക്കെ മാർക്കറ്റിൽ ഈ ഒരു രീതിയിലുള്ള ന്യൂസുകളൊക്കെ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇത് ITCനെ പ്രധാനമായിട്ടും താഴേക്ക് കൊണ്ടുപോയാലൊരു പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഗവൺമെൻറ്റിൽ നിന്ന് വന്നൊരു ന്യൂസായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് അവർക്ക് ITCയിൽ അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിലുള്ള സ്റ്റേക്സ് അവർ വിൽക്കാൻ പോകുന്നു, ഫുൾ സ്റ്റേക്കുകൾ വിൽക്കാൻ പോകുന്നു എന്നൊരു ന്യൂസ് പുറത്തുവിട്ടുണ്ടായിരുന്നു. അതായത് 22,000 കോടി റേസ് ചെയ്യാനായിട്ട് ഈ 2 കമ്പനിയിലുള്ള അവരുടെ സ്റ്റേക്കുകൾ വിൽക്കാൻ പോകുന്നു എന്ന് ന്യൂസ് പുറത്തുവിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ തുടർന്ന് നോക്കുവാണെങ്കിൽ ITCൻ്റെ ഷെയർസൊക്കെ നല്ല രീതിയിൽ ഡൗൺ ആയി പോയി. അതും ഈ ഒരു ട്രാൻസാക്ഷൻ ഈ ഒരു വീക്കിനുള്ളിൽ അല്ലെങ്കിൽ അടുത്ത വീക്ക് തുടക്കത്തോടു കൂടി തന്നെ ഈ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യണം, അതും ഒരു ബൾക്ക് ഡീലിൽ നടത്താനാണ് പ്ലാൻ എന്നൊക്കെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു മെയിനായിട്ട് ITCനെ താഴേക്ക് കൊണ്ടുപോയ റീസൺ. പിന്നെ അടുത്തത് നോക്കുവാണെങ്കിൽ ബാങ്കുകൾ, RBIയിൽ നിന്നും കൂടുതൽ ക്ലാരിറ്റി കിട്ടിയതോടുകൂടി ബാങ്കുകൾ ആ ഒരു NBFCകൾക്കുള്ള മൊറട്ടോറിയം അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതേ തുടർന്ന് SBI നോക്കുവാണെങ്കിൽ അവർ എക്സ്റ്റെൻഡ് ചെയ്യാൻ റെഡിയാണ് എന്നുള്ള രീതിയിൽ ഒരു അപ്രൂവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ ഇന്ന് കുറേ കമ്പനികളുടെ ഏണിങ്സ് റിലീസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ട് നോക്കുവാണെങ്കിൽ അദാനി പോർട്സിൻ്റെ പ്രോഫിറ്റ് അതിൽ ഡൗൺ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അപ്പോളോ പൈപ്സിനെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു പ്രൊമോട്ടർ സമീർ ഗുപ്ത 1,25,000 ഷെയർസ് അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതൊന്ന് വാച്ച് ചെയ്യുക. പിന്നെ അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഗവൺമെൻറ് വീണ്ടും ഓയിൽ പ്രൈസിൻ്റെ മുകളിൽ എക്സൈസ് ഡ്യൂട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും നോക്കുവാണെങ്കിൽ 10 രൂപ 13 രൂപ പ്രകാരം എക്സൈസ് ഡ്യൂട്ടി കൂടുതലായിട്ട് കൊണ്ടുവന്നു. പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കസ്റ്റമേഴ്സിൻ്റെ മുകളിൽ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വരത്തില്ല. ഈ ഒരു ടാക്സ് അല്ലെങ്കിൽ ഈ ഒരു ഡ്യൂട്ടി ഇവർ എടുക്കാൻ പോകുന്നത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളിൽ നിന്നാണ് എന്നുള്ള രീതിയിൽ അവർ ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേ തുടർന്ന് നോക്കുകയാണെങ്കിൽ HPCL നിന്ന്, അത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനിൽ നിന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കസ്റ്റമേഴ്സിൻ്റെ മേളിലേക്ക് അവർ ചുമത്താൻ പോകുന്നില്ല. കാരണം ക്രൂഡ് ഓയിൽ പ്രൈസൊക്കെ ഇപ്പോൾ ഡൗൺ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് അവർക്ക് മാനേജ് ചെയ്യാം എന്നുള്ള രീതിയിൽ അവർ ഒരു അനൗൺസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുകയാണെങ്കിൽ വളരെ വലിയൊരു ഹൈക്കാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. അതേ തുടർന്ന് നോക്കുകയാണെങ്കിൽ OMC കമ്പനികളെല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ ഡൗണിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഭാരതി എയർടെലിനെ സംബന്ധിച്ചുള്ള ഒരു ഗുഡ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജൂലൈ ടു സെപ്റ്റംബർ 2017 അവർക്കുണ്ടായിരുന്ന ഒരു GSTനെ സംബന്ധിച്ചിടത്തോളം ഒരു മിസ്മാച്ച്, അത് ആ ഒരു എക്സസ് ആയിട്ട് അവർ പേ ചെയ്ത എമൗണ്ട് അതിന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു കോർട്ടിൽ നിന്ന് ഒരു അപ്രൂവൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വീണ്ടും റെക്ടിഫൈ ചെയ്യാനായിട്ട് അവർക്കൊരു അവസരം കൊടുത്തു. ഏകദേശം 9,923 കോടിയുടെ ഒരു എക്സസ് ടാക്സ് ആണ് അവർക്ക് റിട്ടേൺസ് ആയിട്ട് കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിലൊരു തീരുമാനം വരുത്താൻ വേണ്ടി കോർട്ട് ഉത്തരവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ തുടർന്ന് നോക്കുകയാണെങ്കിൽ എയർടെലിൻ്റെ സ്റ്റോക്ക് ഇന്ന് അപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ യെസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കുറേ 2-3 ഇക്വിറ്റി കമ്പനികൾ, ബ്രോക്കറേജ് കമ്പനികൾ അവരുടെ ആ ഒരു ഏണിങ്സ് റിലീസിനെ കുറിച്ച് പ്രൊഡിക്ഷൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നോക്കുകയാണെങ്കിൽ കോട്ടക് ഇക്വിറ്റീസ് അവർ ഏകദേശം 4,400 കോടിയുടെ ലോസാണ് ഈ ഒരു മാർച്ച് ക്വാർട്ടറിൽ പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ MK അവരുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 7,500 കോടിയാണ് അവർ ക്വാർട്ടർലി ലോസ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു മാർച്ച് ക്വാർട്ടറിൽ എന്ന് അവരും അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രധാന കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ്സിലൊക്കെ ഉണ്ടായ ഒരു ഫോളാണ്, ബിസിനസ് ഗ്രോത്തിലൊക്കെ ഉണ്ടായിരുന്നൊരു ഫോള്. അപ്പം ഈ ഒരു പുതിയൊരു മാനേജ്മെൻറ്റ് വന്നാലും ഈ ഒരു ക്വാർട്ടറിലൊരു നല്ലൊരു ലോസ് ആയിരിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നാണ് എല്ലാവരും തന്നെ പറയുന്നത്.
പിന്നെ റെഡീസ് ലാബോറട്ടറിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഇഞ്ചക്ഷൻ ഇതിനായിട്ട് ഒരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് US മാർക്കറ്റിലേക്ക്. അത് അവർക്ക് പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. ഭാരത് ഡൈനാമിക്സിനും അതേപോലെ തന്നെ ഒരു ഓർഡർ അവർ കിട്ടിയിട്ടുണ്ട്. ഏകദേശം 293 കോടിയുടെ ഒരു ഓർഡർ, അതും ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് അവർക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഓർഡർ. പിന്നെ VST ട്രില്ലർ അവരുടെ ഏണിങ്സ് റിലീസ് കൊണ്ടുവന്നു. അതിനകത്ത് നോക്കുകയാണെങ്കിൽ പവർ ട്രില്ലറിൻ്റെ സെയിൽസ് അതിൽ ഒരു 2.6 ടൈംസിൻ്റെ ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നവർ പറഞ്ഞു. പക്ഷേ അതേ സമയത്ത് നോക്കുകയാണെങ്കിൽ ട്രാക്ടർ സെയിൽസിൽ ഒരു 24% ഡൗൺ ഇയർ ഓൺ ഇയറിൽ ഉണ്ടായിട്ടുണ്ട് എന്നവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ആ ഒരു അത്യാവശ്യം നല്ലൊരു റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റോക്ക് പോസിറ്റീവിലായിരുന്നു ഇന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ TVS മോട്ടോഴ്സ് അവർ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ മൂന്ന് പ്ലാന്റുകളിൽ, അതായത് ഹൊസൂർ, മൈസൂർ, പിന്നെ അതുപോലെ തന്നെ നാലഗ്ര, ഈ ഒരു സ്ഥലങ്ങളിലൊക്കെയുള്ള അവരുടെ ഓപ്പറേഷൻസ് അവർ വീണ്ടും തുറന്ന് റെസ്യൂം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അവർ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവർക്ക് പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. ഇനിയിപ്പോൾ ഇന്നത്തെ ഒരു ഗ്ലോബൽ ലെവലിലുള്ള മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗ്ലോബൽ ലെവലിലുള്ള കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ, ഗ്ലോബൽ ലെവലിൽ ഇപ്പോൾ കൊറോണയുടെ കേസ് 3.6 മില്യൺ കടന്നിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ US പ്രസിഡൻറ്റ് എന്ത് കാരണവശാലും ഇപ്പോൾ മാർക്കറ്റ് അതായത് എക്കോണമി തിരിച്ചു കൊണ്ടുവരണം, റീഓപ്പൺ ചെയ്യണം, ഇപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു അനൗൺസ്മെൻറ്റ് കൊടുത്തായിരുന്നു. അപ്പോൾ എന്തൊക്കെ തന്നെയാണെങ്കിലും മാർക്കറ്റിനെ അല്ലെങ്കിൽ എക്കോണമിനെ തിരിച്ചു കൊണ്ടുവരണം, ലോക്ക്ഡൗൺ ഇനിയും തുടരാൻ പറ്റത്തില്ല. കാരണം അത്രമാത്രം ഒരു എക്കോണമിക് ഇമ്പാക്റ്റ് ഉണ്ടായി എന്നാണ് നമുക്കിതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇനിയും തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ അവർക്ക് ഒരുപക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നായിരിക്കാം നമുക്കിതിൽ നിന്ന് അനുമാനിക്കാൻ പറ്റുന്നത്. അതേസമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ന്യൂസായിരുന്നു ഗിലിയാഡ് സയൻസിൽ നിന്ന് ഒരു വാക്സിനേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതലൊരു പോസിറ്റീവ് ഇത് വന്നു എന്നുള്ളത്. അപ്പോൾ അതിൽ ഇനിയും അവർ ആ ഒരു പബ്ലിക്കിലേക്ക് കൊണ്ടുവരുന്നതിന്, അതായത് ആ പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്യുന്നതിനൊക്കെയുള്ള ടോക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഈവൻ അത് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാലും അതെങ്ങനെ അത് ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നു, അതുപോലെ തന്നെ റിക്കവറി എത്രമാത്രം ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കൂടുതലായിട്ടും വാച്ച് ചെയ്യണം. കാരണം എങ്കിലും നമുക്ക് ഒരു കൊറോണയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ഐഡിയ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങളിൽ റിലാക്സേഷൻസൊക്കെ കൊണ്ടുവന്നു, ലോക്ക്ഡൗണിൽ റിലാക്സേഷനൊക്കെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടുള്ളത്. പക്ഷേ എങ്കിലും ഇന്ത്യയിൽ നോക്കുകയാണെങ്കിലും ഇപ്പോഴും കൊറോണയുടെ കേസുകൾ 50,000 ടച്ച് ചെയ്യാൻ പോകുന്നു. അതുപോലെ തന്നെ മെയിൻ സിറ്റീസ് എല്ലാം നോക്കുവാണെങ്കിൽ അവിടെയെല്ലാം ഇപ്പോഴും ഹോട്ട്സ്പോട്ടുകളായിട്ടാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയൊക്കെ നോക്കുവാണെങ്കിൽ ഇപ്പോഴും ഹോട്ട്സ്പോട്ടുകളായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലും ഇനി നമുക്ക് എത്രമാത്രം ലോക്ക്ഡൗണിന് റിലാക്സേഷൻ കൊണ്ടുവരും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇപ്പോൾ കൊണ്ടുവന്ന റിലാക്സേഷൻ എത്ര നാൾ തുടരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നമുക്ക് ഇപ്പോഴും ഒരു ക്ലിയർ പിക്ചർ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും ചാഞ്ചാടാവുന്ന രീതിയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കോഷ്യസ് ആയിട്ട് ഇരിക്കുക മാർക്കറ്റിൽ. അതായത് എപ്പോഴും ഒരു എമർജൻസി ക്യാഷ് കയ്യിൽ വെച്ചതിന് ശേഷം മാത്രമുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം നടത്തുക. അങ്ങനെ നമുക്ക് ഇപ്പോൾ ഈവൻ മാർക്കറ്റ് തിരിച്ചു വരുമ്പോൾ നമുക്ക് എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു എമൗണ്ട് കയ്യിൽ കരുതി വെക്കുക. മാർക്കറ്റിലൊരു കൺസോളിഡേഷനൊക്കെ നടന്ന് മാർക്കറ്റിലൊരു റിക്കവറി വരുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു എമൗണ്ട് എന്തായാലും കൈ കരുതി വെച്ചതിന് ശേഷം മാത്രമുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഈ ഒരു സമയത്ത് പോവുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ അനാലിസിസിലൊക്കെ നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ ദയവായിട്ട് കമൻറ്റ് വഴിയായിട്ട് പോസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് കാണാം. അതുവരെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.